ഫ്ലാഗ് പൊക്കെ എല്ലാവരും ഫ്ലാഗ് കയ്യിലുള്ള ഫ്ലാഗ് പൊക്കെ സാരംഗ് ഫ്ലാഗ് എല്ലാവരും പൊക്കി പിടിച്ച് Go! Flight salute! Order! എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഇവിടെ കൂട്ടായി പൂർണ്ണമായ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇന്ന് ഓഗസ്റ്റ് 15 നാം നമ്മുടെ 78ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണല്ലോ. നമുക്കറിയാവുന്നതുപോലെ 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി. അനേകായിരം ധീരരായ പോരാളികളുടെ കഠിനമായ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ബാപ്പുജി, നേതാജി, ചാച്ചാജി തുടങ്ങിയ ധീര നേതാക്കന്മാർ ഈ സമരങ്ങൾ മുന്നിൽ നിന്ന് നയിച്ചു. ഈ ധീരമായ പോരാട്ടങ്ങളിൽ പങ്കാളികളായവരെയും ജീവൻ ബലിയർപ്പിച്ചവരെയും സ്മരിക്കുവാനും ആദരിക്കുവാനുമാണ് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ പ്രയത്നിച്ച എല്ലാവരെയും ഈ സുദിനത്തിൽ നമുക്ക് സ്മരിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും സമ്പത്തും സമാധാനവും കാത്തുസൂക്ഷിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ക്ഷമിച്ചുകൊള്ളുന്നു. ചെയർമാൻ ഷിജി കൃഷ്ണ അവർ, നമ്മുടെ പ്രിയങ്കരനായ PTA വൈസ് പ്രസിഡന്റ് മണിയേട്ടൻ, പ്രിയപ്പെട്ട കുട്ടികളെ, അധ്യാപകരെ, മറ്റ് സഹപ്രവർത്തകരെ, നാട്ടുകാരെ, ഇന്ന് നമ്മൾ 28ാം സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കാൻ പോകുന്നത്. ആഗസ്റ്റ് 15 പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യമായ ഇന്ത്യക്ക് വെള്ളക്കാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന, ആഹ്ലാദിക്കുന്ന ഒരു ദിനമാണ് ആഗസ്റ്റ് 15. നമ്മൾ സാമൂഹിക ശാസ്ത്ര ക്ലാസ്സുകളിലൊക്കെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ്. ഒരു 20 വർഷക്കാലം നമ്മൾ ദുർഭരണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ. അതിനെതിരെ ദേശാഭിമാനികളായ നിരവധി ആളുകൾ ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും നേതാജിയുടെയൊക്കെ നേതൃത്വത്തിൽ കുറേ കാലം സ്വാതന്ത്ര്യ സമരം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ആഹാര സത്യാഗ്രഹവും ജയിൽവാസമൊക്കെ അനുഷ്ഠിച്ച് അവരുടെ ബ്രിട്ടീഷുകാരുടെ ക്രൂര മർദ്ദനങ്ങൾക്ക് ഇടയായതിനു ശേഷം അങ്ങനെയുള്ള
കഠിനമായ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇത് മാറിയിട്ടില്ല. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പായസ വിതരണം ഒന്നും നടത്താതെ വളരെ ലളിതമായ ചടങ്ങുകളോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. പാരിസ്ഥിതികമായ പല പ്രശ്നങ്ങളും നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വീതി പറത്തുകൊണ്ട് നിൽക്കുന്നത്, വയനാട് സംഭവം വീതി പറത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. വൈസ് ചെയർമാൻ വഹാബുദ്ദീൻ, PTA വൈസ് പ്രസിഡന്റ് മണിയേട്ടൻ, ബഹുമാന്യനായ സ്കൂളിൻ്റെ പ്രധാനാധ്യാപകൻ നമ്മുടെ കിഷോർ മാസ്റ്റർ, പ്രിയപ്പെട്ട അധ്യാപകരെ, കൊച്ചുകൂട്ടുകാർ, നമ്മളിന്ന് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന തരത്തിൽ ലോകവ്യാപകമായി 78ാമത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ ഒരാഴ്ചക്കാലമായി വലിയ ദുഃഖത്തിലാണ്. നമ്മുടെ അയൽ ജില്ലയായിട്ടുള്ള വയനാട് വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഏകദേശം 450-ലധികം ആളുകൾ ഇപ്പോൾ തന്നെ അവിടെ സ്ഥാപിക്കുന്നതിനെയാണ് നമ്മൾ സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. അങ്ങനെ ബ്രിട്ടൻ അടക്കമുള്ള ഫ്രഞ്ചും അതുപോലെ തന്നെ പോർച്ചുഗലും അടക്കമുള്ള രാജ്യങ്ങൾ നമ്മുടെ ഭാരത സാമ്രാജ്യത്വം വെടിവെട്ടി വാണിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തു. ഒരുപാട് ആളുകളുടെ ശാഖോചിതമായിട്ടുള്ള സമരത്തിൻ്റെ, കഷ്ടതയുടെ, ത്യാഗത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ മാറിയിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗത്തും ഇതേപോലെയുള്ള അശാന്തികളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണാനായിട്ട്. ഒരു രാജ്യം മറ്റുള്ളൊരു രാജ്യത്തിൻ്റെ മേൽ അതിക്രമിച്ച് കിടക്കുന്ന ഒരു അവസ്ഥ ഇപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട് അല്ലെ? രാഷ്ട്രീയപരമായും അല്ലെങ്കിൽ രാജ്യങ്ങളുടെ അതിർത്തി തർക്കം ഒക്കെയായിട്ട് മനുഷ്യനെ വേട്ടയാടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അല്ലെ റഷ്യയിലുള്ളത്. സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലത്താണ് നമുക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഉണ്ടാകും. ഇപ്പൊ നമ്മൾ വളരെ സ്വാതന്ത്ര്യപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം, ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാം, ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാം, നമ്മളെല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? ഇതില്ലാത്തൊരു കാലത്തായിരുന്നു നമ്മുടെ അച്ഛനൊക്കെ ജീവിച്ചിരുന്നത്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള ഒരു ജനതയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു വൈദേശിക ശക്തിക്കും രണ്ട് മിനിറ്റ് നമുക്ക് അവർക്ക് വേണ്ടി പ്രായമായിട്ടുള്ള നിരവധി ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ഉണ്ടാക്കാം. കാലാവസ്ഥ അനുകൂലമല്ല. പിന്നെ എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഇപ്പം നേരത്തെ സൂചിപ്പിച്ചവരെ ചൂരൽമലയിലെ പിന്നെ ദുരന്തമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിദ്യാർത്ഥികളും അവിടെ ചെറിയ കുട്ടികളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. സ്കൂളടക്കം ഒരു സ്കൂളടക്കം ഒലിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഈ ഓർമ്മകൾക്ക് മുമ്പിൽ ഈ സ്വാതന്ത്ര്യത്തിന് എല്ലാവിധ ആശംസകളും സ്മരണയും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. SMC വൈസ് ചെയർമാൻ C. വഹാബിനെ ക്ഷണിക്കുന്നു. നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ദിനം ആണ് ആചരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യവും എല്ലാവരും ഇവിടെ പറഞ്ഞു. നമ്മളെപ്പോലെ പിഞ്ചു കുട്ടികളായിട്ടുള്ള ഒരുപാട് പേര് അവിടെ മരണപ്പെട്ട ഒരു സമയത്തായതുകൊണ്ടാണ് നമ്മൾ വളരെ ലളിതമായ രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടികളിലേക്ക് സംസ്ഥാനം തന്നെ പോയിട്ടുള്ളത്. നമ്മുടെ അതേപോലുള്ള ഒരു സ്കൂള് തന്നെ അവിടെ പൂർണ്ണമായി തകർന്നു പോവുകയും നിങ്ങളെപ്പോലുള്ള ഒരുപാട് പിഞ്ചുകുട്ടികൾ ആ ഒരു ദുരന്തമുഖത്ത് മരണപ്പെട്ട് നിൽക്കുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ടാണ് ഈ പരിപാടിക്ക് വളരെ ലളിതമായ ചടങ്ങ്
ഞാൻ ആ കാലഘട്ടങ്ങളിൽ അറിയപ്പെട്ടവരും അറിയപ്പെടാതെ പോയവരുമായ ഒരുപാട് മനുഷ്യജീവനുകൾ അവരുടെ പട്ടിണിയും അവരുടെ ദുരിതവും മറന്നുകൊണ്ട് അവർക്ക് പരിചിതമല്ലാത്ത സ്വാതന്ത്ര്യമെന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ട് ജീവിച്ചും മരിച്ചും ഒരുപാട് ത്യാഗങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ കാണുന്ന ഏറ്റവും സ്വതന്ത്രപൂർണമായിട്ടുള്ള ഒരു ജീവിതം അനുഭവിക്കാൻ കഴിയുന്നത്. അങ്ങനെ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ പോലും ഒരുപാട് മനുഷ്യജീവനുകൾ അന്ന് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ വല്യുപ്പാപ്പ വർഷം അന്തമാൻ നിക്കോബാറിലെ കാലാപാനി ജയിൽ ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടുപോയി ജയിലിലടക്കുകയും പിന്നീട് 9 വർഷങ്ങൾക്ക് ശേഷം മോചിപ്പിക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അന്നത്തെ കാലത്തെ ജീവിതത്തിൻ്റെ ദുരനുഭവങ്ങൾ ഒരുപാട് ത്യാഗോജ്ജലമായ അന്നത്തെ പട്ടിണിയുടെയും ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുടെയും ആ ഒരു ദുരിതകാലത്തിൻ്റെ കഥകൾ കേട്ടാണ് ഞാനെല്ലാം വളർന്നത്. ഒരുപാട് ചില നേതാക്കന്മാരുടെ ചില പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ പേരുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും ഒരുപാട് സ്കൂൾ കുട്ടികൾ മുതൽ വന്ധ്യവയോധികർ വരെയുള്ള സ്ത്രീകളും കുട്ടികളും അടക്കം ഉള്ള ഒരുപാട് അറിയപ്പെടാത്ത മനുഷ്യരുടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഭാരവാഹികളെ എല്ലാവർക്കും ഞങ്ങൾ കരാട്ടെ ടീമിൻ്റെ വക സ്വാതന്ത്ര്യ ദിനാശംസ നേരുകയാണ്. ഇപ്പോൾ പറഞ്ഞ സംഘ VPയുടെ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞ മാസം ജൂലൈ 1-ാം തീയതിയാണ് നമ്മുടെ സ്കൂളിൽ കരാട്ടെ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് 5-ാണ് തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ കുട്ടി ഒരു നല്ലൊരു നാഷണൽ ലെവൽ മത്സരത്തിൽ പങ്കെടുത്തിട്ട് 2 ഐറ്റം ഉണ്ട്. കരാട്ടയിൽ 2 ഐറ്റം ഉണ്ട്. ആ 2 ഐറ്റത്തിൽ ഫസ്റ്റ് ഗോൾഡ് മെഡൽ നേടിയതാണ്. അപ്പോൾ നമ്മൾ സ്കൂളിൽ അഭിമാനിക്കാം. നല്ല പ്രാക്ടീസ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാ ആശംസയും നൽകുക. ഇത് നമുക്ക് തരാൻ ഇവിടെ സ്കൂൾ തരുന്ന സ്കൂൾ അതിലേക്ക് എല്ലാവിധ നന്ദി എൻ്റെ പേരിൽ അറിയിക്കുന്നു. താങ്ക് യു. നിഷി ആൻഡ് ആർബി എ ബി ബിൻസ ആൻഡ്